കെബിൻ ചേട്ടാ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തതുപോലെ തിരഞ്ഞെടുപ്പോടെടുക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരുപാട് താരങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അർത്ഥവത്താക്കുന്ന രീതിയിൽ പല സിനിമാ താരങ്ങളുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ആസിഫ് അലിയുടെ പേരാണ്. ബാക്കിയുള്ള താരങ്ങളിലേക്ക് പ്രതീക്ഷിക്കുമ്പോൾ പോലും പിഷാരയുടെ പേരാണെങ്കിലും മുണ്ടുമുകുന്ദന്റെ പേരാണെങ്കിലും നേരത്തെ മുതൽ ഉയർന്നു കേൾക്കുമ്പോൾ പോലും ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു താരത്തെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുമ്പോൾ തൊടുപുഴയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി LDF മുന്നോട്ട് കൊണ്ടുവരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള വെറും വാർത്തകൾ മാത്രമാണോ? കാരണം അദ്ദേഹത്തെ കുറിച്ച് സിനിമയിൽ നിന്നും മാറി സജീവ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഇറങ്ങുമെന്നുള്ളത് ഇതുവരെ അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു ചർച്ചകളൊന്നും തന്നെ നമ്മൾ കേട്ടിരുന്നില്ല. അല്ല, നോക്കൂ, അത് ആസിഫ് അലി LDFന്റെ സ്ഥാനാർത്ഥിയായി വരുമെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് ഏകദേശം കുറെ വർഷത്തേക്ക് അധികം ഡേറ്റുകളില്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സിനിമാ കരിയർ അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ഇടവേള എടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവേശനം നടത്തണമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് വാർത്തകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇലക്ഷൻ കാലമല്ലേ. ഇപ്പോൾ നാളെ ഹർഷയുടെ പേരോ രോഹിത്തിന്റെ പേരോ നന്ദുവിന്റെ പേരോ ഒക്കെ ഏതോ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടാലും ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ NDA അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ UDF ഇവരെല്ലാവരും തന്നെ സ്റ്റാർ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, സ്പോർട്സ് താരങ്ങൾ, അതേപോലെ മുൻ ബ്യൂറോക്രാറ്റ്സ്, അധ്യാപകർ, വെൽ സ്റ്റാറ്റസ്ലി അക്കാഡമിക് നിലവാരമുള്ളവർ എന്ന് ഇവരെല്ലാവരും മുഖ്യമന്ത്രിമാരുടെ മക്കളായിട്ടുള്ള ആളുകൾ, ഈ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ എന്ന് പറയുന്നത് അച്ചു ഉമ്മൻ, അതേപോലെ അദ്ദേഹത്തിന്റെ ചേച്ചി, പിന്നെ അതേപോലെ അരുൺകുമാർ, VS അച്യുതാനന്ദന്റെ മകനെ ഇറക്കുന്നു കായംകുളത്തെ ആലപ്പുഴയിലെ ഏതോ ഒരു മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത്. അരുൺകുമാർ കായംകുളത്ത് മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. അതേപോലെ മുൻ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകരനെ ഇറക്കാൻ UDF ശ്രമിക്കുന്നുണ്ട്. അതായത് അരുൺകുമാറിന് എതിരായിട്ട് UDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അദ്ദേഹമായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ, അതേപോലെ കണ്ണൻ ഗോപിനാഥ് ഈ പ്രാവശ്യം UDFിനൊപ്പം കോൺഗ്രസിനൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ K ബാബു ഇനി മത്സരിക്കുന്നില്ല എങ്കിൽ അവിടെ നമ്മുടെ രമേശ് പിഷാരടി അവിടെ മത്സരിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. അച്ചു ഉമ്മന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. BJPക്ക് ആണെങ്കിൽ ഇത്തരത്തിൽ ഉണ്ണിമുകുന്ദന്റെ പേര് തൃശ്ശൂരിൽ പറഞ്ഞു കേൾക്കുന്നു. അതേപോലെ ജയറാമിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. ദേവൻ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. ആസിഫ്, നേരത്തെ പറഞ്ഞാൽ ആസിഫ് അലിയെ തൊടുപുഴയിൽ നിർത്താനാണ് CPM ശ്രമം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ആസിഫ് അലിയുടെ ഒരു ഇടതുപക്ഷ അനുഭാവ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇത്തരത്തിലുള്ള സംഘടനാപരമായ ചുമതലകളിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. വണ്ടൂരിൽ AP അനിൽകുമാറിനെതിരെ IM വിജയനെ ഇറക്കി മത്സരിക്കാൻ, അതായത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ താരമായിട്ടുള്ള IM വിജയനെ ഇറക്കാനുള്ള സാധ്യതകൾ കണ്ടു. ബെന്യാമിനെ മത്സരിപ്പിക്കാനായിട്ട് CPM ആർജീവിതത്തിന്റെയൊക്കെ ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ബെന്യാമിനെ മത്സരിപ്പിക്കാൻ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നാളെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേര് ചിലപ്പോൾ പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് വധേര പോലെ ഉള്ളവർ കേരളത്തിൽ മത്സരിക്കാനുള്ള വാർത്തകളല്ലേ, വാർത്തകൾ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. നോക്കൂ, ഈ ഒരു സാധ്യത എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ UDFന്റെ ക്യാമ്പിൽ പറഞ്ഞത് അവർ 80 സീറ്റുകൾ ഉറപ്പിച്ചിരിക്കുന്നു, വിജയം ഉറപ്പിച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇനി എന്നാണ് സത്യപ്രതിജ്ഞ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ചടുലമായ നീക്കത്തോടെ UDF മുന്നോട്ട് പോകുന്നു. അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് കണ്ടാൽ അറിയാവുന്ന ആൾക്കാരെ, അതായത് മണ്ഡലങ്ങൾ നിർത്തി മത്സരിപ്പിക്കാനുള്ള, ഇതിനു മുമ്പ് ആദ്യഘട്ടത്തിൽ നോക്കൂ BJP ആണ് ഇത്തരത്തിലൊരു നീക്കം ആദ്യമൊക്കെ നടത്തിയിരുന്നത്. നമുക്കറിയാം, ശ്രീശാന്തിനെ ഇറക്കിയിരുന്നു, സീരിയൽ താരമായിട്ടുള്ള വിവേക് ഗോപനെ ഇറക്കിയിരുന്നു, കൃഷ്ണകുമാറിനെ ഇറക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേരെ ഇറക്കുന്നു. ഇപ്പോൾ CPM അതേ ലൈൻ തന്നെ പിടിക്കുകയാണ്. ആസിഫ് അലിയുടെ പേര് പറയുന്നു, മുകേഷിന് സീറ്റില്ല, അപ്പോൾ മുകേഷിന് പകരം വേറെ ഏതെങ്കിലും സിനിമാ താരം കൊല്ലത്ത് ആ മണ്ഡലത്തേക്ക് ഉർവശിയുടെ പേര് പറഞ്ഞ് കേൾക്കുന്നു. സുരേഷ് ഗോപി MP സ്ഥാനം രാജിവെച്ച് ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ സമശ്രിതമായിട്ടുള്ള പ്രതികരണങ്ങളും വാർത്തകളും വരുന്ന ഒരു കാലഘട്ടമാണ്. ഇലക്ഷൻ കാലമല്ലേ ഇപ്പോൾ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷേ ഈ താരങ്ങളുടെയൊക്കെ പേരുകൾ ഉയർന്നു കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ചില ഒട്ടുമിക്ക താരങ്ങളും ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കി ദിലീപിനെ ആലുവയിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നു. അതെ, അങ്ങനെയുള്ള വാർത്തകൾ വരെ വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയും സിനിമാ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സിനിമയിൽ നിന്നും ഇറങ്ങിയ രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത് പൊതുജനം ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പലരും ഇത്തരത്തിൽ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് വളരെ ചുരുക്കം പേർ മാത്രമാണ് അവിടെ രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിച്ചു പോയിട്ടുള്ളത്. അതിനപ്പുറം എല്ലാവരും തന്നെ തിരികെ സിനിമയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ കാര്യമാണെങ്കിൽ പോലും അദ്ദേഹം പറയാതെ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് സിനിമ തന്നെയാണ് നല്ലത്, എനിക്ക് സിനിമ മതി എന്നുള്ളത്. ജനങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണ അർഷക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, പത്തനാപുരം മണ്ഡലത്തിൽ KB ഗണേഷ് കുമാറിനെതിരെ ജഗദീഷിനെ മത്സരിപ്പിച്ചു. അത് കഴിഞ്ഞ് BJP സ്ഥാനാർത്ഥിയായിരുന്ന ഭീമന്റെ 3 സിനിമാ താരങ്ങൾ മാറ്റിവെച്ച മത്സരമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അതേപോലെ ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവിനെതിരെ ധർമ്മജൻ ബോൾഗാട്ടി അതേപോലെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അദ്ദേഹം അവിടെ
തോറ്റുപോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴത്തെ രമേശ് പിഷാരടി തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് UDF ഇത്തരത്തിലുള്ള പെനട്രേഷനുള്ള കോൺഗ്രസ് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ മത്സരിക്കുന്നതിൽ സാധ്യതകളുണ്ട്. പറയാൻ പറ്റില്ല. ഒരു 2 ദിവസം കഴിയുമ്പോൾ മമ്മൂട്ടി ഏതെങ്കിലും ഒരു സീറ്റിലേക്ക് മത്സരിക്കും, മോഹൻലാൽ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയാകും എന്നുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ പടച്ചു വിടുകയാണ്. ഇതിനൊന്നും ഒരു സ്ഥിരീകരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു തല വെച്ചുകൊണ്ടുള്ള പേരുകൾ എല്ലായിടത്തും നിറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസും, എനിക്ക് തോന്നുന്നു കോൺഗ്രസും BJP മാത്രമാണ് ആദ്യഘട്ട പട്ടിക എന്നുള്ള ചർച്ചകൾ നടത്തിയിരുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതായത് വയനാട് ക്യാമ്പിൽ നമ്മൾ വനങ്ങാൻ ചർച്ച ചെയ്ത പോലെ സുനിൽ കനകോലു, അപ്പോൾ അദ്ദേഹം അവിടെ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് തലേ ദിവസം പറഞ്ഞൊരു യുവനിരയെ തന്നെ അങ്ങോട്ട് അയക്കാൻ പോകുന്നു, ജിൻഡോയെ അയക്കാൻ പോകുന്നു, വസന്ത് തിങ്ങമ്പള്ളി അയക്കാൻ പോകുന്നു, സോയ ജോസഫിനെയും OJ ജനീഷിനെയൊക്കെ അയക്കാൻ പോകുന്നു. അപ്പോൾ അത്തരത്തിൽ ശക്തമായ ഒരു പാനലിനെ പ്രസന്റ് ചെയ്യാൻ കനകോലു ടീമിന് സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 80 സീറ്റുകൾ വരെ UDFന് ലഭ്യമാകുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. കനകോലു ടീമാണ് റിസർച്ച് ചെയ്തിട്ട് ഇവർക്ക് വേണ്ട അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെന്ന് അറിയില്ല, എറണാകുളത്ത് ഒരു BLO അല്ല ആലപ്പുഴയിൽ ഒരു BLOയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, താങ്കളുടെ ആലപ്പുഴയിൽ ഇന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ആർക്കായിരിക്കും അതിൽ ശ്രീധരൻ പിള്ളയുടെ പേര് പറയുന്നുണ്ട്, സജി ചെറിയാന്റെ പേര് പറയുന്നുണ്ട്, അങ്ങനെ കുറെ അധികം K സുരേന്ദ്രന്റെ പേര് പറയുന്നുണ്ട്. അങ്ങനെ കുറെ സ്ഥാനാർത്ഥികൾ കൊടുത്ത താങ്കളുടെ രാഷ്ട്രീയ അഭിമുഖ്യം, അത്തരത്തിൽ PR വർക്കുകളും ഇതിനിടയിൽ കൂടെ പൊടിപിടിക്കുന്നുണ്ട്. പൊടിപിടിക്കുന്ന സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട്. അപ്പോൾ ഇലക്ഷൻ ആയത് ഇനിയിപ്പോ ആദ്യ പട്ടിക ഇപ്പോൾ 13-ാം തീയതി അമിത്ഷാ കേരളത്തിൽ എത്തുന്നതോടുകൂടി BJPയുടെ ആദ്യ പട്ടിക വരും. 15-ാം തീയതിയോടുകൂടി BJP പ്രവർത്തനം നടക്കും. R ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് കൊടുക്കാതെ പറ്റിച്ചു എന്നുള്ള വാർത്തകൾ മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നുണ്ട്. മുഖ്യധാര മാധ്യമങ്ങൾ മാത്രമല്ല, ഇപ്പോൾ R ശ്രീലേഖയും അത് സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റാണ് ആദ്യം മത്സരിപ്പിച്ചത് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ വട്ടിയൂർക്കാവിൽ ഇനി ശ്രീലേഖ ആയിരിക്കുമോ എന്ന്. വട്ടിയൂർക്കാവിൽ K സുരേന്ദ്രനാണ് മത്സരിക്കാൻ പോവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൃശ്ശൂരായിരിക്കും സേഫ് ആയിട്ടൊരു മണ്ഡലം ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ, ഇതെല്ലാം വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ജനങ്ങൾ ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്. പിന്നെ MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇനി ഷാഫി പറമ്പിൽ മത്സരിക്കുമോ, കൊടിക്കുന്നിൽ അടൂർ മത്സരിക്കുമോ, ഷാഫി പാലക്കാടാണോ അല്ലെങ്കിൽ കോഴിക്കോട് മേഖലകളിൽ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമോ, അടൂർ പ്രകാശ് തിരിച്ച് കോന്നിയിലേക്ക് പോയി KU ജനീഷ് കുമാറിൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിക്കുമോ എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള 2-3 മാസക്കാലം ഇത്തരത്തിലുള്ള വാർത്തകൾ. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ വയനാട് ക്യാമ്പിൽ വയനാടൻ മലനിരകൾക്കിടയിലൂടെ ശശി തരൂരും മുരളീധരനും തമ്മിൽ ഒളിയമ്പുകൾ വിട്ട് കളിച്ചു. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് പറയണമെന്ന് മുരളീധരന്റെ ഒളിയമ്പുണ്ടെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും കേസുകളും ഇനി മറ്റേ സിനിമയിൽ പറയുന്ന ലവന്റെ വരവാണ്. ആരുടെ ഈ പുനർജനി കേസ് പോലെ അല്ലെങ്കിൽ മറ്റ് കേസുകൾ പോലെയൊക്കെ സ്ത്രീ പീഡന ആരോപണങ്ങൾ, അതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് മുൻപ് ചെയ്തിട്ടുള്ള അഴിമതികൾ, ഇതെല്ലാം പൊങ്ങി വരുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും നമ്മൾ ഈ ചർച്ച എടുക്കാൻ കാരണം ആസിഫ് അലിയുടെ പടം പല വെബ്സൈറ്റുകളിലും ഇങ്ങനെ തെളിഞ്ഞു കാണുന്നു. ആസിഫ് അലി ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിൽ കൃത്യത വരുത്തണം. ആസിഫ് അലി തൊടുപുഴയിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ടോ, മത്സരിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ ഭൂരിഭാഗം നിങ്ങളുടെ ആരാധകർ കരുതുന്നത്. നിങ്ങളുടെ സിനിമാഗ്രാഫുമായി മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ഡേറ്റ് ഇല്ല എന്നാണ് പല നിങ്ങളെ സമീപിക്കുന്ന പുതിയ സംവിധായകർ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പോയി മത്സരിച്ചാൽ അവർക്ക് സങ്കടമാകും.